السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിക്കേണ്ട മുറപ്രകാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് നൽകുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ റമദാൻ നൽകിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ഒരു മാസക്കാലം വെറുതെ നമ്മളെ പട്ടിണിക്കിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. നമ്മളൊക്കെ പല ക്ലാസ്സുകളിലും വഅളുകളിലുമൊക്കെ കേട്ട കാര്യമാണ്. അല്ലാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ള ആളുകളായി തീരുവാൻ വേണ്ടി. ഈ നോമ്പ് നിങ്ങൾ തഖ്വ ഉണ്ടാക്കും. അഥവാ നമ്മൾ ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ടാണ് നോമ്പനുഷ്ഠിച്ചത്. നമ്മൾ നോമ്പനുഷ്ഠിച്ചത് കേവലം നമ്മൾ പട്ടിണി കിടന്നുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഈ റമദാൻ മാസത്തിൽ നമ്മൾ എല്ലാ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിന്നു. ഹറാമുകൾ നോക്കുന്നതിൽ നിന്നും നമ്മൾ വിട്ടുനിന്നു. ഹറാമുകൾ ചിന്തിക്കുന്നതിൽ നിന്നും നമ്മൾ വിട്ടുനിന്നു. ഹറാമുകൾ കേൾക്കുന്നതിൽ നിന്നും നമ്മൾ വിട്ടുനിന്നു. ഗീബത്തും നമീമത്തും പറയുന്നതിൽ നിന്നും നമ്മൾ വിട്ടുനിന്നു. നമ്മൾ കളവ് പറയുന്നതിൽ നിന്നും വിട്ടുനിന്നു. അങ്ങനെ നമ്മളിൽ എന്തൊക്കെ ദുശ്ശീലങ്ങൾ ഉണ്ടായിരുന്നുവോ അതെല്ലാം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട്, ഞാൻ നോമ്പുകാരനാണ്, എനിക്കങ്ങോട്ട് നോക്കിക്കൂടാ, ഞാൻ നോമ്പുകാരനാണ്, അതെനിക്ക് കേട്ടുകൂടാ, ഞാൻ നോമ്പുകാരനാണ്, അതെനിക്ക് തൊട്ടുകൂടാ, പിടിച്ചുകൂടാ, അവിടേക്ക് പോയിക്കൂടാ എന്നിങ്ങനെ നമ്മളുടെ ഓരോ ശരീരത്തിൻ്റെ അവയവത്തിനും നമ്മൾ നോമ്പ് കൊടുത്തുകൊണ്ട്, അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ഈ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചത്. അങ്ങനെയേ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ. മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരൊരുത്തൻ അവൻ്റെ വ്യാജമായ വാക്കുകളും വ്യാജമായ പ്രവർത്തനങ്ങളും അനാവശ്യ പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ലയോ, അവൻ അവൻ്റെ അന്നപാനീയം വെടിയുന്നതിൽ അള്ളാഹുവിന് യാതൊരു താല്പര്യവുമില്ല. അപ്പം ആ രൂപത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചു. നമ്മളിൽ തഖ്വ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇനി അങ്ങോട്ട് റമദാൻ കഴിഞ്ഞാലും നമ്മൾ ഇതേപോലെ ആയിരിക്കണം. ഏത് രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് സകലമാന ഹറാമിൽ നിന്നും വിട്ടുനിന്നുവോ, അതുപോലെ ഇനി അങ്ങോട്ട് റമദാൻ കഴിഞ്ഞാലും ഇനി വരാനിരിക്കുന്ന 11 മാസക്കാലം അതെ, ഈ തഖ്വ നമ്മളിൽ ഉണ്ടാവണം, ഈ ഭയഭക്തി നമ്മളിൽ ഉണ്ടാകണം. ഇനി ഒരിക്കലും നമ്മൾ ഹറാമുകൾ ചെയ്തുകൂടാ, ഹറാമുകൾ കണ്ടുകൂടാ, ഹറാമുകൾ കേട്ടുകൂടാ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നും നമ്മളിൽ ഉണ്ടായിക്കൂടാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോമ്പിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. നമ്മൾ ഇനി അങ്ങോട്ടും നന്നായി ജീവിക്കുന്നുവെങ്കിൽ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെങ്കിൽ, അതിൻ്റെ അർത്ഥം ഈ നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിച്ചിട്ടുണ്ട്, ഖബൂൽ ചെയ്തിട്ടുണ്ട്. അള്ളാഹു വാഗ്ദാനം ചെയ്തതായ ആ തഖ്വ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്നുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനം, എനിക്കത് കിട്ടിയിട്ടുണ്ട്, നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് സഹോദരങ്ങളെ അർത്ഥമാക്കപ്പെടുന്നത്. അതുകൊണ്ട് തഖ്വ, അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് വിജയമുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഖ്വയെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമുക്ക് അല്ലാഹു നൽകിയ വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥം ആർക്കാണ് ഉപകാരപ്പെടുക?
അത് ഹുദല്ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് മാർഗദർശനം നൽകുന്നത്, ഇത് മാർഗം കാണിക്കുന്നത്, ഇത് ഹിദായത്ത് നൽകുന്നത്. ഈ ഗ്രന്ഥം, ഈ ഖുർആൻ അത് തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വെച്ചത് ആർക്ക് വേണ്ടിയാണ്? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹ സമാവാതി വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതി കാണിച്ചുകൊണ്ട് മുന്നേറുവീൻ. അത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പ്രാവശ്യം അവിടുത്തെ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വ ഹാഉന, അത്തഖ്വ ഹാഉന, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. ധർമ്മനിഷ്ഠ ഉണ്ടാകേണ്ടത് നമ്മുടെ കൽബിലാണ്. ആ കൽബിൽ തഖ്വ ഉണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മൾ ഒരു ഹറാമിലേക്കും പോകില്ല, ഒരു തെമ്മാടിത്തരങ്ങളിലേക്കും നമ്മൾ പോവുകയില്ല. നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കും. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് സഹോദരങ്ങളെ നാളെ മുസ്ലിമായി മരിക്കാൻ കഴിയുക. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ തഖ്വയിൽ ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയുക. മുസ്ലിമായി മരിച്ചാൽ മാത്രമാണ് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുക. അല്ലാത്ത പക്ഷം നമ്മൾ കത്തിക്കാളുന്ന ഭയാനകമാകുന്ന നരകത്തിന്റെ വിറകുകളായിട്ട് മാറും. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും നമ്മൾ തോന്നിവാസങ്ങളിലേക്കും തെമ്മാടിത്തരങ്ങളിലേക്കും പോകാതെ തഖ്വയോടുകൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Share this video and earn great rewards from Allah. May this Ramadan bring you endless blessings and mercy.